കഥകളുടെ മായിക ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മനയിൽ നിന്നിറങ്ങിയ ഭാർഗവൻ നേരെ ചെന്നത് അയാളുടെ കുടിലിലേക്കാണ്. ഒടിയന്തുരത്തിൽ നിന്ന് മാറി കേശവൻ നായർ അയാൾക്കൊരു കുടിലും കുറച്ച് സ്ഥലവും കൊടുത്തിരുന്നു. തുരുത്തിൽ കുടിയിരുത്തിയിരിക്കുന്ന മാടന്റെ പൂജകൾക്കല്ലാതെ ഭാർഗവൻ ഇപ്പൊ തുരുത്തിലേക്ക് പോവാറില്ല. കുടിലിൽ ചൊങ്കനുണ്ടായിരുന്നു. അവനാണിപ്പോ ഭാർഗവന്റെ സഹായി. ഒടി വെക്കാൻ വേഷം മാറി ഇറങ്ങുന്ന ഒടിയന്മാർ പുലരുമുന്നെ തിരിച്ചെത്തും. കുടിയിലെ പെണ്ണ് അതുവരെ ഉറങ്ങാതെ കാത്തിരിക്കണം. ഒടി പൂർത്തിയാക്കിയിട്ടും കാലി അടങ്ങാതെ പുരക്കി വിറ്റ് ഓടുന്ന ഒടിയന്റെ മേലേക്ക് ചാണകവെള്ളം കലക്കി ഒഴിക്കുമ്പോഴാണ് ഒടി വേഷം മാറി മനുഷ്യരൂപം കൈവരുന്നത്. ഇതിന് താമസമുണ്ടായാൽ വീട്ടിലെ പെണ്ണിനെയും ഒടിയും കൊല്ലും. അങ്ങനെ ഒരു വട്ടം ഒടി വെക്കാൻ പോയ ഭാർഗവനെ കാത്തിരുന്ന് ഭാര്യയായിരുന്ന കനകം ഉറങ്ങിപ്പോയി. നിർഭാഗ്യവശാൽ അന്ന് വേഷം ഒരു പാമ്പായിരുന്നു. പുലരുന്നതിന് മുന്നേ വീട്ടിലെത്തിയ ഒടിയനായ പാമ്പിന്റെ വിഷമേറ്റ് കനകം മരിച്ചു. ഇനിയും ഒരു സ്ത്രീ സമ്പർക്കം വേണ്ടെന്ന് വെച്ച ഭാർഗവൻ അന്ന് കൂടെ കൂട്ടിയതാണ് ചൊങ്കനെ. സ്ത്രീ സ്വഭാവമുള്ള അവനും ആ കർമ്മത്തിന് യോജിച്ചവൻ തന്നെയായിരുന്നു. ഭാർഗവൻ വീട്ടിലെത്തി ജലപാനം പോലും ഉപേക്ഷിച്ച് സന്ധ്യ വരെ തന്റെ ഉപാസന മൂർത്തികളായ മാടനും മറ്റു ദുർദേവതകൾക്കും പൂജ നടത്തി. അന്ന് മേടമാസത്തിലെ പൗർണമി. ചന്ദ്രനും പ്രകാശിക്കുന്ന അന്ന് ഇരുട്ടിന് ബലമുണ്ടാവില്ലെന്ന് ഭാർഗവൻ അറിയാം. മാടൻ ഒരു കരിങ്കോഴിയും കുരുതി കൊടുത്ത് ഭ്രൂണം കൊണ്ടുണ്ടാക്കിയ മരുന്ന് കയ്യിലെടുത്ത് അതും ഭാർഗവൻ പൂജിച്ചു. ശേഷം ദേഹത്ത് പുരട്ടുന്ന പച്ചമരുന്നുകൾ കൊണ്ടുണ്ടാക്കിയ എണ്ണകൾ പുരട്ടി അയാൾ തയ്യാറായി. പരിപൂർണ നഗ്നനായി 4 കാലിൽ നിന്ന് മന്ത്രം ചൊല്ലി ഭ്രൂണത്തിൽ നിന്നുണ്ടാക്കിയ മരുന്ന് ചെവിക്ക് പിന്നിൽ പുരട്ടിയതും കൊടുങ്കാറ്റിന്റെ വേഗത്തിൽ അയാൾ കുടിൽ നിന്ന് പുറത്തേക്ക് പാഞ്ഞു. അതേസമയം ഉമ്മറത്തെ പടിയിലിരുന്ന് നിലാവെളിച്ചം ആസ്വദിച്ച് ഭാര്യയുടെ നിറവയറും തടവി അതിൽ ചെവി ചേർത്ത് പിറക്കാനിരിക്കുന്ന കുഞ്ഞിനോട് സംസാരിക്കുകയായിരുന്നു മഹാദേവനും പാർവതിയും. പാവം മുത്തശ്ശി, നമ്മുടെ കുഞ്ഞിനെ കാണാൻ ഒത്തിരി ആഗ്രഹമുണ്ടായിരുന്നു കേട്ടാ മുത്തശ്ശിക്ക്. ഇനി 2 മാസം കൂടിയല്ലേ ഉള്ളൂ പാറു എന്റെ കുട്ടനിങ് വരാൻ. കുട്ടൻ എന്ന് പറഞ്ഞതേ തുള്ളിച്ചാടണ്ട. ചവിട്ടും കുത്തൊന്നും ഇല്ലാത്തതുകൊണ്ട് പെണ്ണാണോ എന്നൊരു സംശയമുണ്ട്. ഓ പിന്നെ ചവിട്ടാതെയും കുത്താതെയും അടങ്ങിക്കിടക്കുന്ന ആമ്പിള്ളേരുണ്ട്. പിള്ളേരൊക്കെ ഉണ്ട്, പക്ഷേ ഏട്ടന്റെ സ്വഭാവം കിട്ടാതിരിക്കോ? നല്ല അനക്കം കാണേണ്ടതാ. അപ്പം ഞാൻ ഉറപ്പിച്ചു, ഇത് കുട്ടൻ തന്നെ. അതെന്തേ? ഇളക്കമൊന്നും ഇല്ലെന്നല്ലേ പറഞ്ഞേ. നിന്റെ മകളല്ലേ, അപ്പോ നിന്റെ കയ്യിലിരിപ്പ് വെച്ച് നല്ല ഇളക്കം വേണ്ടേ? അതും പറഞ്ഞ് മഹാദേവൻ അവളുടെ തുടയിൽ നുള്ളി. ഈ ഏട്ടൻ അവൾ അകത്തുണ്ട്, അച്ഛനും ഒരു ചിന്തയുമില്ല. ഇതാ പറഞ്ഞ് നല്ല പിച്ചും കുത്തും കാണേണ്ടതാണെന്ന്. അതും പറഞ്ഞ് അവള് മുത്തുപൊഴിയും പോലെ ചിരിച്ചു. മഹാദേവൻ അവളുടെ സൗന്ദര്യം ആദ്യമായി കാണുന്ന പോലെ നോക്കി നിന്നു. കുട്ടികളെപ്പോലെ പൊട്ടിച്ചിരിക്കുമ്പോൾ അവളുടെ മുഖത്തെ നിഷ്കളങ്കത അയാൾക്കേറെ ഇഷ്ടമാണ്. ഏട്ടാ, ദേ നോക്കിയേ, ഒരു മുയലല്ലേ അത്? ചിരി ഇടക്ക് നിർത്തിയ പാർവതി വളരെ ആകാംക്ഷയോടെ മുറ്റത്തെ മതിലിന് നേരെ കൈ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, മുയലോ? ഈ പാതിരാത്രിക്കോ? നിനക്ക് തോന്നിയതാവും പാറു. അല്ല ഏട്ടാ, ദേ നോക്ക്, ആ മതിലിന്റെ അറ്റത്ത് ആ പുല്ല് നിന്ന് നിൽക്കുന്നത് കണ്ടില്ലേ? നിലാവട്ടമുള്ളത് കൊണ്ട് തന്നെ ആ സമയത്തും മഹാദേവൻ ആ മുയലിനെ കണ്ടു. ശരിയാണ്, നല്ല വെളുത്ത മുയൽ. ഏട്ടാ, അതിനെടുത്തോണ്ട് വരുമോ? നമുക്കിവിടെ വളർത്താം. അത് മറ്റാരെങ്കിലും വളർത്തുന്നതാവും പാറു. അതവിടെ നിന്നോട്ടെ. അതിന് വല്ല നായ്ക്കണം പിടിച്ചാലോ? ഏട്ടാ, ഒന്ന് പോയി എടുത്തോണ്ട് വാ. ആരെങ്കിലും അന്വേഷിച്ചു വന്നാൽ നമുക്കതിനെ തിരികെ കൊടുക്കാം. ഓ, ഇങ്ങനൊരു വാശിക്കാരി. അതും പറഞ്ഞ് മഹാദേവൻ മുറ്റത്തേക്കിറങ്ങി. മഹാദേവൻ എഴുന്നേറ്റ് മുറ്റത്തേക്ക് നടന്നു. അനങ്ങാതെ നിൽക്കുന്ന മുയലിന്റെ ചെവിയിൽ പിടിച്ച് തൂക്കിയെടുക്കാമെന്ന് വിചാരിച്ച അയാളെ പറ്റിച്ച് മുയൽ മുന്നോട്ട് ചാടി ഓടി. അയാൾ മുയലിന് പുറകെയും പോയി. ഓടി മാറിയതും മതിലിന് പിന്നിലേക്കായതിനാൽ പാർവതിയുടെ കണ്ണിൽ നിന്ന് അയാൾ മറഞ്ഞു. ചേച്ചി, എന്താ ഇവിടെ ഇരിക്കണേ? വാ, അത്താഴം കഴിക്കാം. ഏട്ടനെവിടെ? ലക്ഷ്മി, നമ്മുടെ മതിലിൻ്റെ അറ്റത്ത് ഒരു മുയല്. ഏട്ടൻ അതിനെ പിടിക്കാൻ പോയതാ. മുയലോ? ആ, മുയല് നല്ല വെളുത്തുരുണ്ട് കുഞ്ഞു മുയല്, നല്ല ഭംഗിയുണ്ട്. ആ, ഏട്ടൻ വന്നോളൂ. ചേച്ചി അകത്തേക്ക് വാ, ആ സമയത്ത് ഇവിടെ ഇരിക്കണ്ട. പാർവതി പടിയിൽ പിടിച്ചെഴുന്നേറ്റ് ലക്ഷ്മിയോടൊപ്പം അകത്തേക്ക് നടക്കാൻ തുടങ്ങിയതും പുറത്തുനിന്ന് മഹാദേവന്റെ ഉച്ചത്തിലുള്ള കരച്ചിൽ കേട്ടു. ഏട്ടന്റെ ശബ്ദമില്ലത്. അയ്യോ ഏട്ടാ! പാർവതി ഇറങ്ങി ഓടാൻ തുടങ്ങിയതും ലക്ഷ്മി അവളെ തടഞ്ഞു. അച്ഛാ, അച്ഛാ, ഒന്ന് ഓടിവായോ. ലക്ഷ്മി ഗോവിന്ദൻ നായരെ വിളിച്ചു. അയാൾ വന്നതും മക്കളുടെ പരിഭ്രമം കണ്ട് കാര്യം അന്വേഷിച്ചു. അച്ഛാ, ഏട്ടൻ മുറ്റത്തേക്ക് ഇറങ്ങിയതാ. ഇപ്പോ തൊടിയിൽ നിന്ന് ഏട്ടന്റെ കരച്ചിൽ കേട്ടു. അച്ഛൻ ആ പണിക്കാരെ കൂട്ടിയിട്ടൊന്ന് നോക്കിയിട്ട് വാ. അത് കേട്ടതും പണിക്കാരെയും വിളിച്ചുകൂട്ടി ഗോവിന്ദൻ നായരും മുറ്റത്തേക്കിറങ്ങി. വെളിച്ചമുണ്ടായിരുന്നുകൊണ്ട് അവർക്ക് രാത്രിയിലെ കാഴ്ച പതിവ് പോലെ അത്ര ദുഷ്കരമായിരുന്നില്ല. എങ്കിലും
മഹാദേവൻ അവിടെയെങ്കിലും കാണാതിരുന്നത് അവരിലെല്ലാം പരിഭ്രാന്തി പരത്തി. മതിലിനപ്പുറം വഴിയിൽ നിറയെ കവുങ്ങാണ്. അതിനപ്പുറം കശുമാവിൻ തോട്ടം. കവുങ്ങിൻ തോട്ടത്തിൽ നിന്ന് നടന്ന് പന്തം തെളിച്ച് മഹാദേവന്റെ പേര് വിളിച്ച ആളെ അന്വേഷിച്ചവർക്ക് ഉത്തരം കിട്ടിയത് തൊട്ടടുത്ത കശുമാവിൻ തോട്ടത്തിൽ നിന്നായിരുന്നു. പിറ്റേന്ന് രാവിലെ ആളുകൾ കൂടി നിന്ന ഗോവിന്ദൻ നായരുടെ വീട്ടിലേക്ക് വളരെ സന്തോഷത്തോടെയാണ് കേശവൻ നായർ വന്നത്. നായർ കോലക്കുട പിടിച്ച് വെറ്റിലെ ചെലവും താങ്ങി പിന്നാലെ കുഞ്ചുവും പരിവാരങ്ങളും. ഉള്ളിൽ നുരഞ്ഞു പൊന്തിയ പകയും സന്തോഷവുമാണെങ്കിലും മുഖത്ത് കാര്യമായി സങ്കടം വരുത്തി അയാൾ പൂമുഖത്തേക്ക് നടന്നു കയറി. അരിയും പൂവുമിട്ട് തലയ്ക്കലെ നിലവിളക്കം കത്തിച്ച് വെള്ള പൊതിച്ച് തള്ളവിരലുകൾ ചേർത്ത് വെച്ച് കെട്ടിയ കാലുകളുമായി എങ്ങനെ കാണാൻ ആഗ്രഹിച്ചോ അങ്ങനെ തന്നെ മഹാദേവൻ കിടക്കുന്നത് കണ്ട് കേശവൻ നായർ പകയോടെ ചിരിച്ചു. ഒടിയന്റെ വേല തന്നെയാ, ഞങ്ങളും കണ്ടതല്ലേ. മുറ്റത്ത് കൂടിയുന്ന പണിക്കാരിൽ ഒരാൾ ബാക്കിയുള്ളവരോട് പറഞ്ഞു. ഇന്നലെ എന്തുണ്ടായേ? അടക്കം പറച്ചിൽ കേട്ടുവന്ന നാടുവാഴിയുടെ വലങ്കയായ നീലാണ്ടൻ അവരോട് ചോദിച്ചു. തമ്പ്ര, അത് ഇന്നലെ തമ്പ്രാൻ വിളിച്ചപ്പോഴാ ഞാനും ചാത്തനും ചേറും നീലനും കൂടി ഓടിപ്പഞ്ഞു വന്നത്. തമ്പ്രാട്ടിമാര് അപ്പം നല്ല കരച്ചില. വാ കോമെന്നും പറഞ്ഞ് തമ്പ്രാൻ നടന്നു. കൊച്ചമ്പ്രാന്റെ പേര് വിളിച്ച് നടക്കണം കണ്ടപ്പോഴാ കൊച്ചമ്പ്രാനെ അന്വേഷിക്കാമെന്ന് മനസ്സിലായത്. ഞങ്ങള് പറമ്പോത്തും അന്വേഷിച്ച് അപ്പോഴാണ് പുറന്തോട്ടത്തിൽ നിന്ന് കൊച്ചമ്പ്രാന്റെ ഒച്ച കേട്ടത്. പിന്നെ ഒന്നും ആലോചിച്ചില്ല, ഞാനും ചാത്തനും കൂടി ഓടി. തമ്പ്രാനും ബാക്കിയുള്ളവരും പിന്നിലായിരുന്നു. നിലാവെളിച്ചം പുറത്തുണ്ടെങ്കിലും പടർന്നു നിൽക്കണ കശുമാവിന്റെ തോട്ടത്തില് വെളിച്ചം തീരെയില്ലായിരുന്നു. അവിടെ കയറിയിട്ട് പന്തം വീശി ചുറ്റും ഓടി കുഴഞ്ഞതല്ലാതെ ആരെയും എവിടെയും കണ്ടില്ല. 4 പാട് നിന്ന് കൊച്ചമ്പ്രാന്റെ വിളി മാത്രം. തമ്പ്രാനെ ഞങ്ങൾ പേടിച്ചു വിറച്ചു. അവസാനം ശബ്ദം കേൾക്കുന്ന ഭാഗം ശരിക്കും ശ്രദ്ധിച്ച് ഞങ്ങൾ വന്നത് നടുക്ക് നിൽക്കുന്ന ഒരു കശുമാവിന്റെ താഴെ. അപ്പോ കൊച്ചമ്പ്രാന്റെ വിളിയില്ല, പക്ഷേ മൂളലും ഞരക്കങ്ങളും ഞങ്ങളെല്ലാം കേട്ട്. ആളെ കണ്ടില്ലെങ്കിലും ആ മരത്തിൽ നിന്നാണ് ഒച്ച വരുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലായി. മരത്തിന്റെ മുകളിലും താഴെ പൊങ്ങി നിൽക്കുന്ന വേരിന്റെ ഇടയിലൊക്കെ ഞങ്ങൾ നോക്കി. അവസാനം ആളെ കിട്ടിയപ്പോ തമ്പ്ര ഞങ്ങളെല്ലാം വിറച്ചുപോയി. മരത്തിന് നെടുകയുള്ള നീളമുള്ളൊരു പൊത്തില് ഉടൻ അങ്ങനെ തന്നെ കയറ്റി വെച്ച് പുറംഭാഗം മണ്ണും മരത്തുള്ളിയും കൊണ്ട് മൂടിയിരിക്കുന്നു. പുറത്തേക്ക് എടുത്തപ്പോ പഴന്തുണി പോലെ കൊച്ചമ്പ്രനൊരൊറ്റ വീഴ്ചയായിരുന്നു. ദേഹത്തൊരൊറ്റ എല്ല് പോലും ഓടിയാൻ ബാക്കിയില്ലായിരുന്നു. കൈക്കും കാലിനും പിടിച്ച് പൊക്കിയപ്പോ നട്ടലൊടിഞ്ഞ് താഴെ പോയി. പക്ഷേ പുറത്തൊരു തുള്ളി ചോരയില്ല. അപ്പോ അവിടെ ഞാൻ മാത്രല്ല തമ്പ്ര, എല്ലാരും കണ്ട്. ചാടി ചാടി വന്നൊരു കുഞ്ഞു മുയലിന് പന്തത്തിന്റെ വെളിച്ചത്തിൽ നിഴലിൽ കണ്ടത് മനുഷ്യന്റെ രൂപമായിരുന്നു. അവിടെ നിന്ന് എങ്ങനെ ഓടിയെന്ന് ഞങ്ങൾക്ക് അറിയൂല തമ്പ്ര. ഒടിയനത്, ഒടിയൻ. കോമന്റെ വായിൽ നിന്ന് കേട്ടത് പകൽവട്ടത്തിൽ അത്രയും ആളുകളുടെ നടുവിൽ നിൽക്കുമ്പോഴും നീലാണ്ടലിൽ ഭയമുണ്ടാക്കി. മകനെ പോലെ സ്നേഹിച്ച മഹാദേവന്റെ മൃതശരീരവും നിറവയറുമായി തൊട്ടടുത്തിരുന്ന് കരയുന്ന മകളുടെ മുഖവും ഗോവിന്ദൻ നായർ തളർത്തി കളഞ്ഞു. ചിതയിലേക്ക് എടുത്തു വെക്കാൻ പടിയിലേക്ക് കയറ്റുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച നീലാണ്ടൻ കോമൻ പറഞ്ഞത് ശരിയോ എന്ന് ഉറപ്പിച്ചു. നേരെ എടുത്തു പൊക്കുമ്പോൾ നനച്ചിട്ട തുണി പോലെ മഹാദേവന്റെ ശരീരം അവിടെ അവിടെ മടങ്ങി വീണു. കോമൻ പറഞ്ഞത് ശരി തന്നെ. കർമ്മങ്ങളെല്ലാം തീരും വരെ അവിടെ 2 കൂട്ടർ മാത്രം കാത്തുനിന്നു. ഗോവിന്ദൻ നായർ മകളെ ലക്ഷ്മിയും കണ്ണീരോടെയും കേശവൻ നായർ പകയോടെയും അത് നോക്കി നിന്നു. എപ്പോഴോ തളർന്നു വീണ പാർവതിയെ ആരൊക്കെയോ അകത്ത് കിടത്തിയിരുന്നു. എല്ലാവരും പോയെന്ന് ഉറപ്പായപ്പോ കേശവൻ നായർ ഗോവിന്ദൻ നായരുടെ അടുത്തേക്ക് വന്നു. സ്വന്തം ഏട്ടനെ പോലെ സ്നേഹിച്ചയാൾ, സ്നേഹം തന്നയാൾ എരിഞ്ഞമരുമ്പോ ലക്ഷ്മി അതൊന്നും ശ്രദ്ധിച്ചില്ല. കല്യാണപ്പന്തൽ ഉയരേണ്ട വീടായിരുന്നു. സംബന്ധം ആലോചിക്കാൻ വന്ന എനിക്ക് നേരെ കൈ ഉയർത്തി എല്ലിന്റെ ബലം കാണിച്ചവൻ ഒരെല്ല് പോലും ബാക്കിയില്ലാതെ ചാരമായില്ലേ. പാവം, സ്വന്തം കുഞ്ഞിനെ പോലും ഒരു നോക്ക് കാണാൻ ഭാഗ്യമുണ്ടായില്ലല്ലോ. ശേഷം അയാൾ ലക്ഷ്മിയെ നോക്കി പറഞ്ഞു. ഏട്ടനോ പോയി. നിറവയരം കൊണ്ട് നടക്കുന്ന ചേച്ചിയും പ്രായമായ അച്ഛനെയും ഇനിയും ജീവനോടെ കാണണമെങ്കിൽ എൻ്റെ ഭാര്യയായിട്ട് നീ ഇല്ലത്തേക്ക് വാ. ഇല്ലെങ്കിൽ ഏട്ടനെ പോലെ അവരെ ഇല്ലാതാക്കാൻ എനിക്ക് ഭാർഗവന്റെ ആവശ്യം വരില്ല. മഹാദേവന്റെ ചിത കത്തുന്നത് കണ്ണീരോടെ നോക്കി ലക്ഷ്മിയുടെ കണ്ണിൽ തീ പടർന്നു. തന്നെ സ്വന്തമാക്കാൻ ഏട്ടനെ കൊന്ന് തന്റെ ചേച്ചിയെ വിധവയാക്കി ഞങ്ങളെ ഒറ്റക്കാക്കിയ വിഷത്തെ അവൾ പകയോടും വെറുപ്പോടും കൂടി നോക്കി. അയാൾ അവളെ നോക്കി ഒരു വിടന്റെ ചിരിച്ചിരിച്ച് പരിവാരങ്ങളോടുകൂടി പാടി കടന്നു പോയി. ഇതൊന്നും അറിയാതെ ജീവന്റെ ജീവനായി തന്നെ സ്നേഹിച്ച ഭർത്താവിന്റെ ചിത എരിയുന്നത് ക്ഷീണിച്ച കണ്ണുകളോടെ ദൂരെ ജനലിലൂടെ പാർവതി കണ്ടു. നിസ്സഹായ അവസ്ഥയായിരുന്നു അവൾക്ക്. കരഞ്ഞ് കരഞ്ഞ് കണ്ണീര് വറ്റി. ദൂരേക്ക് നോക്കിയിരിക്കുന്ന അവളുടെ മനസ്സിന് എല്ലാം ഉൾക്കൊള്ളാനുള്ള ശക്തി കൊടുക്കണമെന്ന് മാത്രമായിരുന്നു അവിടെയുള്ളവരുടെ പ്രാർത്ഥന.
അന്ന് രാത്രി ആരും ഉറങ്ങിയില്ല. സമയം പാതിരാത്രിയോടടുത്തപ്പോൾ പാർവതി തന്റെ നിർവയറും താങ്ങി മുറിക്ക് പുറത്തിറങ്ങി. ആരെയും ശ്രദ്ധിക്കാതെ അവൾ ഉമ്മറത്തേക്ക് നടക്കുന്നത് കണ്ട് ലക്ഷ്മി പിന്നാലെ ചെന്നു. പാർവതി ഉമ്മറവും കടന്ന് മുറ്റത്തേക്ക് ഇറങ്ങി നിന്നു. ചേച്ചി. പിന്നാലെ ചെന്ന ലക്ഷ്മി വിളിച്ചെങ്കിലും അവൾ കേട്ടതായി തോന്നിയില്ല. ചേച്ചി വാ, ഈ അസമയത്ത് പുറത്തിറങ്ങി നടക്കണ്ട, പ്രത്യേകിച്ച് വയറ്റിലുള്ളപ്പോ. കൊണ്ടുപോട്ടെ, എന്നെയും കൂടി കൊണ്ടുപോയി കൊല്ലട്ടെ, എന്റെ കുഞ്ഞിനെ എടുക്കട്ടെ. പാതിച്ചത്ത ഞാനിനി എന്തിനു ജീവിക്കണം മോളെ? ഞാനാ ഏട്ടനെ പറഞ്ഞു വിട്ടത്. വേണ്ട വേണ്ട എന്ന് പറഞ്ഞിട്ടും കേട്ടില്ല. എന്റെ ആഗ്രഹത്തിനാണ് ഏട്ടൻ പോയത്. എന്നാലും എന്റെ ദേവേട്ടൻ. അതും പറഞ്ഞ് പെട്ടെന്ന് പാർവതി ഒരു ഭ്രാന്തിയെ പോലെ നിലത്ത് കുത്തിയിരുന്ന് അലമുറിയിട്ട് കരഞ്ഞു. ലക്ഷ്മി മുട്ടുകുത്തി അവളെ കെട്ടിപ്പിടിച്ചു. അവളും കരഞ്ഞു ഒരുപാട്. ഇതെല്ലാം കണ്ടിട്ടും എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്നറിയാതെ ഗോവിന്ദൻ നായർ വാതിൽപ്പടിയിൽ നിന്ന് കരഞ്ഞു. പക്ഷേ ലക്ഷ്മി പലതും മനസ്സിൽ കണ്ടിരുന്നു. ദിവസങ്ങൾ കഴിഞ്ഞു. അന്നത്തെ പൗർണമിക്ക് ശേഷം വന്ന അമാവാസി ദിനത്തിൽ വശീകരിച്ച മറ്റൊരു പെണ്ണിന്റെ ഭ്രൂണത്തിൽ നിന്ന് ഒടിമരുന്ന് ശേഖരിച്ച് കർമ്മങ്ങളും കഴിഞ്ഞ് ഭാർഗവൻ തിരികെ കുടിലേക്ക് നടന്നു. വേലിക്കകത്ത് കാലുകുത്തിയപ്പോഴേ അന്യന്റെ സാന്നിധ്യം അയാൾ തിരിച്ചറിഞ്ഞു. മുറ്റത്ത് കുടിയിരുത്തിയിരുന്ന മാടനും കുലദൈവത്തിനും കള്ളും കരളും സമർപ്പിച്ച് അയാൾ കുടിലിനുള്ളിലേക്ക് കയറി. അകത്ത് കയറിയതും കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചയാണ് കുടിലിൽ അയാളെ വരവേറ്റത്. വെണ്ണ തോൽക്കുന്ന ഉടലിൽ നേരിയ കസവ് ചുറ്റി കുടിലിലെ വിളക്കിന്റെ നേരിയ വെട്ടത്തിൽ അയാൾ കണ്ടു ലക്ഷ്മി. മൈ എഴുതിയ കണ്ണിൽ കാമം നിറച്ച് അവൾ അയാളെ നോക്കി. ദേവലോക സുന്ദരിയെ തോൽപ്പിക്കാൻ പോകുന്ന അവളുടെ ശരീരത്തിൽ ഒരു വേള അയാള് പോലും മയങ്ങിപ്പോയി. തമ്പ്രാട്ടി, എന്താ ഒടിയന്റെ കുടിയില്? അവളെ ശ്രദ്ധിക്കാതെ അലസമായി അയാൾ ചോദിച്ചു. ആളുകൾ എന്തിനാ ഒടിയന്റെ അടുത്തേക്ക് വരണേ? അഴിച്ചിട്ട മുടി മുന്നിലേക്കിട്ട് ലാസ്യഭാവത്തിൽ ലക്ഷ്മി ചോദിച്ചു. ആരെയാ ഓടിവെക്കേണ്ടത്? ചേച്ചിയുടെ ഭർത്താവിനെ കൊന്ന എന്നെയോ അതോ കൊല്ലിച്ച കേശവൻ നായരെയോ? അവളെ നോക്കാതെ നിലത്തിരുന്ന് മണ്ണെണ്ണ വിളക്ക് തിരിയിട്ട് അയാൾ ചോദിച്ചു. വാടക കൊലയാളെയല്ല എനിക്കാവശ്യം, അത് ഏൽപ്പിച്ചയാളെ. അയാളെ അത് ചെയ്തയാള് തന്നെ ഇല്ലാതാക്കണം. പ്രതിഫലം? ലക്ഷ്മി ദേഹത്ത് കിടന്ന കസവ് തുണിയിലെ പിടി അയച്ചു. അത് നിലത്തൂർന്നു വീണു. കാമദേവനെ പോലും മോഹിപ്പിക്കുന്ന മേനിയഴക് ഭാർഗവന് മുന്നിൽ അവൾ അനാവരണം ചെയ്തു. കേശവൻ നായർ തരാമെന്ന് നിൽക്കുന്നത്ര പണം മറ്റാർക്കും തരാനാവില്ല. പക്ഷേ എത്ര സ്വർണം കൂട്ടി തുലാഭാരം നടത്തിയാലും ഉയർന്നിരിക്കും എൻ്റെ ഈ ശരീരം, എൻ്റെ കന്യകാത്വം. അത് ഞാൻ നിനക്ക് തരാം, നീ ആശിക്കുന്നത്ര രാത്രികളും. അതാണ് അയാൾക്കും വേണ്ടിയിരുന്നത്. പക്ഷേ അയാൾ കൊല്ലപ്പെടണം. എങ്കിൽ അമാവാസി രാത്രികളിൽ ഒടിയനെ കാത്തിരിക്കാൻ ഈ ഞാനുണ്ടാകും. അവളുടെ നഗ്നതയിലും സൗന്ദര്യത്തിലും മതിമറന്നെന്ന പോലെ ഭാർഗവൻ മുന്നോട്ട് ചൂടുവച്ചു. ലക്ഷ്മി കണ്ണടച്ച് അത് കൊതിക്കുന്നത് പോലെ അയാളെ ക്ഷണിച്ചു. പക്ഷേ അവളുടെ മുഖത്ത് തൊടാൻ കൈ ഉയർത്തിയതും പിന്നിൽ നിന്നൊരു വാള് ഭാർഗവന്റെ വയറ് തുളച്ച് മുന്നിലെത്തി. അത് കണ്ട ലക്ഷ്മി ഞൊടിയിടയിൽ വസ്ത്രമെടുത്ത് ചുറ്റി പിന്നിലേക്ക് മാറി. അവളുടെ കണ്ണിൽ കാമത്തിന് പകരം കത്തുന്ന പക. വീണ്ടും അയാളെ കുത്താൻ വലതുവശത്ത് നിന്നും വന്ന വാള് അയാൾ വെറും കൈ കൊണ്ട് പിടിച്ചെടുത്തു. പിന്നിൽ കുത്തിയ വാള് വലിച്ചൂരിയെടുത്തതും ഭാർഗവൻ ചോരയിൽ കുളിച്ച് നിലത്ത് വീണു. ഇത്രയുള്ളോ കയ്യിൽ കാലന്റെ കണക്കുമായി പായുന്ന സാക്ഷാൽ ഒടിയൻ? ഇതിനെന്തിനായിരുന്നു ഞാൻ? ശബ്ദം കേട്ട ഭാഗത്തേക്ക് ഭാർഗവൻ നോക്കി. പേര് കേട്ട വലിയനാട് കളരിയിലെ ബാലൻഗുരുക്കൾ. ഒടിവിദ്യക്ക് മറുപടി ചെയ്യാൻ അറിവുള്ള ജീവിച്ചിരിക്കുന്ന ഏക അഭ്യാസി. അദ്ദേഹത്തിന് പോലും ചികിത്സിക്കാൻ കഴിയാത്ത പോലെ ഒടി ചെയ്യുന്ന ഏക വെള്ളൊടിയൻ നിലത്ത് വീണ് ഏന്തി വലിഞ്ഞ് 4 കാലിൽ നിന്നു. ബാലൻഗുരുക്കളുടെ കൂടെ ശിഷ്യരുമുണ്ട്. ഭാർഗവൻ പുച്ഛത്തോടെ ചിരിച്ചു. അയാളുടെ വായിൽ നിന്ന് ചോരത്തുള്ളികൾ ഒഴുകി. നിലത്ത് നിന്ന് പതിയെ കൈ കുത്തി എഴുന്നേറ്റ് വളഞ്ഞു കുത്തി നിവർന്നു നിൽക്കാൻ നോക്കിയ ഭാർഗവനെ കണ്ട ലക്ഷ്മി ഗുരുക്കളുടെ ശിഷ്യരിൽ ഒരാളുടെ വാള് പിടിച്ചു വാങ്ങി നെഞ്ചിൽ തന്നെ വെട്ടാനോങ്ങി. മോളെ! ഭാർഗവൻ നിന്നെടുത്ത് നിസ്സഹായനും ക്ഷീണിതനുമായി ചോരയൊലിപ്പിച്ച് മഹാദേവൻ. ലക്ഷ്മിയുടെ വാള് താഴുന്നില്ല. അവൾ സ്തബ്ധയായി നിന്നുപോയി. നിറ കണ്ണുകളോടെ മഹാദേവൻ ലക്ഷ്മിക്ക് നേരെ കൈ നീട്ടി. കൈ അവൾക്കടുത്തെത്തിയതും ബാലൻഗുരുക്കൾ മഹാദേവന്റെ നെഞ്ചിൽ തന്നെ ആഞ്ഞുവെട്ടി. അയാൾ പിന്നാക്കം മറിഞ്ഞ് ചലനമില്ലാതെ കിടന്നു. ഏട്ട എന്ന് വിളിച്ച് ഓടാൻ തുടങ്ങിയ ലക്ഷ്മി കണ്ടത് മഹാദേവനെ അല്ല, ഭാർഗവനെ. അവൾ അത്ഭുതത്തോടെ ഗുരുക്കളെ നോക്കി. കൺകെട്ട് ഒടിയന്റെ മായം. മനസ്സിനെ കബളിപ്പിക്കാൻ ഒടിയനോളം പോന്ന ആരുമില്ല.
ആ അവനെ കീഴടക്കണമെങ്കിൽ ആദ്യം അവന്റെ മനസ്സിനെ ചാഞ്ചലമാക്കണം. നീ സ്വന്തം ശരീരം കൊണ്ടത് ചെയ്തു. അവൾ അതിശയിച്ചു പോയി. ഏട്ടനെ തന്നെയാണ് മുന്നിൽ കണ്ടത്. മനസ്സ് പെട്ടെന്ന് സങ്കടം കൊണ്ട് നിറഞ്ഞു. മറ്റൊന്നും ചിന്തയിലേ വന്നില്ല. ഒടിയന്റെ മായം. ചലനമറ്റ് നിലത്ത് ചോരയിൽ കുളിച്ചു കിടന്ന ഭാർഗവനെ അവർ ഇരുകാലിലും പിടിച്ച് പുറത്തേക്ക് വലിച്ചുകൊണ്ടുവന്ന് കുടിലിന് മുന്നിൽ കിടത്തി. മറുപടി ചെയ്യാനാവാത്ത വിധം ഒടിവുത്തി ചെയ്യുന്ന വെള്ളൊടിയൻ എന്ന് ഗുരുനാഥൻ പറഞ്ഞത് ഇയാളെപ്പറ്റി തന്നെയാണോ? ഇതിപ്പോ കേട്ട കഥകളിലെ ഒടിയനോടുള്ള ഭയം പോലും പോയല്ലോ. ബാലൻഗുരുക്കളുടെ ശിഷ്യരിൽ ഒരാൾ ഭാർഗവന്റെ മൃതദേഹം നോക്കി പരിഹാസത്തോടെ പറഞ്ഞു. അവർ മാടം കുടിയിരുന്ന തറ തല്ലിപ്പൊളിച്ച് കുടിലിനും തറക്കും തീ വെച്ചു. ശേഷം ലക്ഷ്മിയെയും ശിഷ്യരെയും കൂട്ടി അയാൾ കേശവൻ നായരുടെ വീട്ടിലേക്ക് നടന്നു. അവിടെ നിന്ന് പോരുമ്പോൾ തന്റെ ഒരു ശത്രു കൊല്ലപ്പെട്ട സന്തോഷമായിരുന്നു ലക്ഷ്മിക്ക്. ഇനി അയാൾ കേശവൻ നായർ. ഒടിയനെയും കേശവൻ നായരെയും നശിപ്പിക്കാൻ പല വഴികൾ ആലോചിച്ച ലക്ഷ്മി ഒടുവിൽ കണ്ടെത്തിയ വഴിയായിരുന്നു ഇത്. വീണ്ടും ഒരു വിവാഹാഭ്യർത്ഥനയുമായി കേശവൻ നായർ എത്തുമെന്ന് നല്ല ബോധ്യമുണ്ടായിരുന്ന ലക്ഷ്മി അയാളിലൂടെ ഒടിയനെ വകവരുത്തണമെന്ന് തീരുമാനിച്ചു. ഒടിയനെ തനിക്കൊന്നും ചെയ്യാനാവില്ല. കേശവൻ നായരെ ഒടിയനെതിരാക്കിയാൽ ഒന്നുകിൽ ഒടിയൻ അല്ലെങ്കിൽ കേശവൻ നായർ മരണപ്പെടും. ഇനി കേശവൻ നായർ ഒടിയനെ ഇല്ലായ്മ ചെയ്യാൻ ഒരു വഴി കണ്ടെത്തിയാൽ കേശവൻ നായർ എന്ന വിഷയലമ്പടനെ എങ്ങനെ ഇല്ലാതാക്കണമെന്ന് ലക്ഷ്മിക്ക് അറിയാമായിരുന്നു. അവൾ പ്രതീക്ഷിച്ച പോലെ തന്നെ 3 ദിവസങ്ങൾക്ക് ശേഷം കുഞ്ചു തറവാട്ടിലെത്തി. ഒരു മരണം നടന്ന വീടാണെന്ന ചിന്ത തൊട്ടു തീണ്ടാതെ അയാൾ കേശവൻ നായരുടെ താല്പര്യം അറിയിച്ചു. സമ്മതം, എനിക്ക് സമ്മതമാണെന്ന് അറിയിച്ചോളൂ, ലക്ഷ്മി കുഞ്ചുവിനോട് പറഞ്ഞു. മോളെ. നിസ്സഹായനായി അത് കേട്ട ഗോവിന്ദൻ നായർ മകളെ വിളിച്ചു. അച്ഛനൊന്നും പറയണ്ട, നമുക്കിനി വേറെ മാർഗങ്ങളില്ല. പക്ഷെ ഒരു കാര്യം. കുഞ്ചുവിനോട് അത് പറഞ്ഞപ്പോൾ അയാൾ ശ്രദ്ധിച്ചു. കേശവൻ നായരോട് ഇവിടെ വരാൻ പറയണം. അയാളോട് എനിക്ക് സംസാരിക്കണം. എന്റെ ആവശ്യങ്ങൾ അംഗീകരിക്കാമെങ്കിൽ അയാളുടെ ഭാര്യയായോ വെപ്പാട്ടിയായോ ഞാൻ വരും. കുഞ്ചു അത് കേട്ട് ഞെട്ടി. തമ്പ്രാനോട് ഇതെങ്ങനെ പറയും? കല്യാണം കഴിക്കണമെങ്കിൽ ഒരു സ്ത്രീക്ക് നിബന്ധനകളോ? പക്ഷേ കേശവൻ നായർക്ക് ആ ചിന്ത വന്നില്ല. അയാൾ അത് കേട്ട പാതി കേൾക്കാത്ത പാതി ഗോവിന്ദൻ നായരുടെ വീട്ടിലേക്കെത്തി. ഒടിയൻ ഭാർഗവൻ ഇനി ഈ ഭൂമിയിൽ ഉണ്ടാവാൻ പാടില്ല. നിങ്ങൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ചെയ്യിച്ചവനോട് അല്ലെങ്കിൽ ചെയ്തവനോട് ആരോടെങ്കിലും എനിക്ക് പ്രതികാരം ചെയ്യണം. ആവശ്യം കേട്ട അയാൾ ഞെട്ടിയില്ല. കാരണം പറയുന്നതെല്ലാം അക്ഷരം പ്രതി അനുസരിക്കുന്ന ഒരു അടിമയെ പോലെ കണ്ടതാണെങ്കിലും അടുത്ത കാലം മുതൽ ഭാർഗവനെ തന്നെക്കാൾ വലിയവനായി ആളുകൾ കാണുന്നുവെന്ന ചിന്ത തുടങ്ങിയിരുന്ന കേശവൻ നായർ ഒടിയനെ വകവരുത്തിയാൽ എന്ത് എന്ന് മുന്നേ ചിന്തിച്ചു തുടങ്ങിയിരുന്നു. ഭാർഗവനില്ലെങ്കിൽ മറ്റൊരാൾ, അത്രയേ അയാൾ ചിന്തിച്ചുള്ളൂ. പക്ഷേ ലക്ഷ്മിയെ പോലെ ഒരു പെണ്ണിനെ അയാൾക്ക് ഈ ലോകത്തിൽ വേറെ കിട്ടില്ലെന്ന് തോന്നി. അയാളുടെ കൂടെ ആവശ്യം അവൾക്ക് സഹായമായി ചെയ്തു കൊടുത്താൽ കിട്ടുന്ന പ്രതിഫലം അയാളെ കൊണ്ട് മറ്റൊന്നും ചിന്തിപ്പിച്ചില്ല. സമ്മതം. ഒട്ടും താമസമില്ലാതെ ഒടിയൻ കൊല്ലപ്പെടും. പക്ഷേ അന്ന് രാത്രി നീ എന്റെ കിടപ്പറയിൽ ഉണ്ടാവണം. സമ്മതം. നിസ്സഹായത അഭിനയിച്ച് തല കുനിച്ച് അവൾ അയാളോട് പറഞ്ഞു. കാമം കൊണ്ട് അന്ധനായ അയാൾ അവളുടെ കണ്ണിൽ ഒളിച്ചിരുന്ന പക കണ്ടില്ല. അമാവാസിക്ക് തലേന്നാണ് കേശവൻ നായർ ബാലൻഗുരുക്കളെ വരുത്തിയത്. ഒടിയനെ ഇല്ലാതാക്കാൻ കേശവൻ നായരും ബാലൻഗുരുക്കളും ലക്ഷ്മിയും ചേർന്ന് പലതും ആലോചിച്ചു. ഇതിനെല്ലാം മൂകസാക്ഷിയായി സകലതും കണ്ടും കേട്ടും കേശവൻ നായരുടെ വീട്ടിലെ കറുത്ത പൂച്ചയും ഒരറ്റത്തുണ്ടായിരുന്നു. ഭാർഗവന്റെ കുടിൽ നിന്ന് പോരുമ്പോ ലോകം ജയിച്ച സന്തോഷമായിരുന്നു ബാലൻഗുരുക്കൾക്ക്. തനിക്കുണ്ടായിരുന്ന പേര് ഇനി മുതൽ 100 ഇരട്ടിയാവും. അജയ്യൻ, മരണമില്ലാത്തവൻ, കാലന്റെ പ്രതിരൂപം എന്നെല്ലാം ആളുകൾ പറഞ്ഞിരുന്ന ഒടിയനെയാണ് കൊന്നത്. ഇനി നാട്ടിലെ പേടിപ്പിക്കുന്ന കഥകളിലെ ഒടിയന്റെ പേര് വരുന്നിടത്തൊക്കെ തന്റെ പേരും ആളുകൾ പറയും. അയാൾ ലക്ഷ്മിയെയും ശിഷ്യരെയും കൂട്ടി കേശവൻ നായരുടെ വീട്ടിലേക്ക് നടന്നു. ബാലൻഗുരുക്കളും ലക്ഷ്മിയും മുന്നേയും ശിഷ്യന്മാർ പിന്നാലെയുമാണ് നടന്നത്. അമാവാസി രാത്രിയിലെ കൂരിരുട്ടിൽ കയ്യിലുള്ള പന്തങ്ങൾ വീശി അവർ വേഗത്തിൽ നടന്നു. പെട്ടെന്ന് ബാലൻഗുരുക്കൾ എന്തോ ശ്രദ്ധിച്ച പോലെ നിന്നു. ശിഷ്യരോടും അയാൾ നിൽക്കാൻ ആംഗ്യം കാട്ടി. അവർ നിശബ്ദമായി ചുറ്റും കാതോർത്തു. അവരുടെ തൊട്ടുപിറകിൽ നിന്ന് ഒരു മുരൾച്ച. അതെ, ഏതോ ഒരു വന്യമൃഗം തങ്ങളുടെ അടുത്തുണ്ടെന്ന് അവർ തിരിച്ചറിഞ്ഞു. തൊട്ടു പിന്നിൽ നിന്ന് ഏതോ മൃഗത്തിന്റെ ഗർജനം കേട്ടതുകൊണ്ട് അവസാനം നടന്നിരുന്ന 2 പേര് പേടിച്ച് തിരിഞ്ഞു നോക്കി. പെട്ടെന്ന് മുന്നിലുള്ളവർ കേട്ടത് ഒരൊച്ച മാത്രമായിരുന്നു. തിരിഞ്ഞു നോക്കി അവർ കണ്ടത് ഒരടിയിൽ കഴുത്തിൽ നിന്ന് പിടലി തിരിഞ്ഞ് മൂക്കിലും വായിലും രക്തമൊലിപ്പിച്ച് പിടയുന്ന ആ 2 പേരെയാണ്. ഞെട്ടിത്തെരിച്ച അവർ വീണ്ടും കേട്ടു ആ മുരൾച്ച. അപകടം മണത്ത അവര് ഒരു കൂട്ടമായി കളരിയിലേതോ പോരാട്ട മുറ പോലെ
ഒരാൾക്കൊരാൾ പുറംതിരിഞ്ഞു നിന്നു. ഒരുവൻ വാളും മറ്റൊരുവൻ പന്തവും പിടിച്ച് അവർ ശ്രദ്ധിച്ച് ചുവടുവെച്ചു. ദൂരെ എവിടെയോ കുറുക്കന്മാരുടെ ഓരിയിടലും വവ്വാലുകളുടെ കലവിലയും മാത്രം. ഒട്ടും വൈകാതെ അവരുടെ മുന്നിൽ കിടന്ന് പിടച്ച ആ രണ്ടുപേരും ഒരുപോലെ നിശ്ചലമായി. അവരുടെ കിടപ്പ് കണ്ട ബാക്കിയുള്ളവരുടെ മനസ്സിൽ സങ്കടത്തെക്കാളും ദേഷ്യത്തെക്കാളും ഭയം സ്ഥാനം പിടിച്ചു. മുന്നിൽ നിൽക്കുന്ന ബാലൻകുരുക്കൾ ആംഗ്യം കാട്ടിയപ്പോൾ അവർ ഓരോ ചുവടും ഒന്നിച്ചൊരുപോലെ മുന്നോട്ട് വെച്ചു. ഇതെല്ലാം കണ്ട് ലക്ഷ്മി പേടിച്ച് വിറച്ചു. ഒരൽപ്പം ബാക്കിയുണ്ടായിരുന്ന ധൈര്യം അവളെ അവരോടൊപ്പം നിശബ്ദയാക്കി നടത്തി. നടന്ന് 5 ചുവട് വെക്കുന്നതിന് മുന്നേ അവർ വീണ്ടും ആ ശബ്ദം കേട്ടു. അവരുടെ വലതുവശത്ത് നിന്ന് ഒരു മുരൾച്ച. 5ാമത്തെ ചുവട് വെച്ച് വലത്തേക്ക് നോക്കി സജ്ജരായ അവരുടെ ഇടതുവശത്ത് നിന്ന് കൊടുങ്കാറ്റ് പോലെ ഒരു കൂറ്റൻ ചെന്നായ പാഞ്ഞു വന്നു. ഇടതുവശത്ത് തോളോട് തോള് ചേർന്ന് നിന്ന 2 പേരെ ഒരു നിമിഷാർത്ഥം പോലും സമയം കൊടുക്കാതെ അത് കടിച്ചു കുടഞ്ഞു. ഇത് കണ്ട ബാലൻകുരുക്കൾ തള്ളവരൽ മണ്ണിലമർത്തി വായുവിൽ ഉയർന്നു ചാടി ചെന്നായയുടെ കഴുത്തിന് നേരെ ആഞ്ഞു വെട്ടി. പക്ഷേ ചെന്നായ ഒരു ഞൊടിയിടയിൽ അപ്രത്യക്ഷനായി. ആ മൂർച്ചയേറിയ വാഴ്ത്തല ചെന്ന് കയറിയത് നിലത്ത് വീണ 2 പേരിൽ ഒരാളുടെ മുഖത്താണ്. മുഖം 2ആയി പിളർന്നു പോയ അയാൾ ചോര വാർന്നു മരിച്ചു. ചെന്നായുടെ ആക്രമണം എന്ന് തോന്നിയെങ്കിലും അത് കടിച്ച ഒരു പാടുപോലും മുഖത്തിലായിരുന്നു. വാളിന്റെ വെട്ട് മാത്രം. ബാലൻകുരുക്കൾ വാള് കുത്തി നിലത്തിരുന്നു. തന്റെ കൈപ്പഴ കൊണ്ട് പ്രിയപ്പെട്ട ശിഷ്യരിൽ ഒരാൾ മരിച്ചിരിക്കുന്നു. അയാൾ മാനസികമായി തളർന്നു. പക്ഷേ ഒട്ടും വൈകാതെ മനോബലം വീണ്ടെടുത്ത് അയാൾ കോപം കൊണ്ട് അലറി. ഭാർഗവ, എനിക്കറിയാമിത് നീയാണെന്ന്. മരിച്ചിട്ടും വീണ്ടും ഉയർത്തെഴുന്നേൽക്കാൻ നീ കാലഭൈരവന്റെ ജന്മമാണോ? ധൈര്യമുണ്ടെങ്കിൽ നേർക്ക് നേർ വാടാ. ചെന്നായും പട്ടിയുമായല്ല, നീയായി വാ. എന്നിട്ടെതിർക്ക് ആണുങ്ങളെപ്പോലെ. ഗുരുക്കൾ വെല്ലുപിടിച്ചപ്പോഴും ശിഷ്യന്മാരെല്ലാം ഭയന്ന് ഉറച്ചു തന്നെയായിരുന്നു. കാരണം കൺമുന്നിൽ കണ്ടതെല്ലാം ഒരു നിമിഷം കൊണ്ട് സംഭവിച്ചതാണ്. ചിന്തിക്കാൻ പോലും സമയം കിട്ടിയില്ല. പിന്നെയല്ലേ പ്രവർത്തിക്കാൻ. നിഷ്പ്രയാസം നിന്നെ കൊന്നുവെന്ന് കണ്ടപ്പോഴേ എനിക്ക് സംശയം തോന്നിയിരുന്നു. ഇതാണോ മാലോകർ പാടിയ വെള്ളൊടിയനെന്ന്. അത് സത്യമായി. എനിക്ക് പിഴച്ചു. വാടാ, നേർക്ക് നേർ വാടാ. 4 പാടും കറങ്ങി എല്ലായിടവും ശ്രദ്ധിച്ച് അയാൾ വെല്ലുവിളിച്ചു. അയാളുടെ തന്നെ ശബ്ദം പ്രതിധ്വനിച്ചതല്ലാതെ മറ്റൊന്നും സംഭവിച്ചില്ല. ചുറ്റും നിശബ്ദമായത് കണ്ട അവരെ നോക്കി ഗുരുക്കൾ വീണ്ടും ആംഗ്യം കാട്ടി. അവർ വീണ്ടും നടന്നു തുടങ്ങി. ധൈര്യത്തിലും പോരാട്ട വീരത്തിലും പേരെടുത്ത ബാലൻകുരുക്കളുടെ ശിഷ്യരുടെ കയ്യിൽ പിടിച്ച വാളുകൾ വിറക്കുന്നത് കണ്ട് തൊട്ടടുത്ത മരത്തിലിരുന്ന പക്ഷിയുടെ കണ്ണുകൾ തിളങ്ങി. വീണ്ടും നടന്ന 5ാമത്തെ ചൂട് വെച്ചപ്പോൾ അവരുടെ വലതുവശത്തും ഇടതുവശത്തും ഒരുപോലെ കാൽപെരുമാറ്റം കേട്ടു. അവർ അത് ശ്രദ്ധിച്ചു. ഇടതും വലതും അവരെ നോക്കിക്കൊണ്ട് അവരോടൊപ്പം ചൂട് വെക്കുന്ന 2 കറുത്ത കൂറ്റൻ ചെന്നായകൾ. അവരുടെ ചോര കണ്ണുകളുടെ തിളക്കവും വായിൽ നിന്ന് വെള്ളമൊഴുക്കിയുള്ള നോട്ടവും അവരെ ഭയപ്പെടുത്തി. പക്ഷേ ഗുരുക്കളുടെ മുന്നിൽ കണ്ടത് മറ്റൊന്നാണ്. കറുത്ത കരിമ്പടം പൊതിച്ച് നഗ്നനായി മുഖത്ത് നാഗചിത്രം ചായം തേച്ച് സർപ്പത്തിന്റെ കണ്ണുകളുമായി ഒരാചാന ബാഹുവായ മനുഷ്യൻ. മുന്നിലും വശങ്ങളിലും രക്ഷയില്ലെന്ന് കണ്ട ഭയന്ന് വിറച്ച ശിഷ്യരിൽ ഒരാൾ കൂട്ടത്തിൽ നിന്ന് പിന്നിലേക്ക് വളരെ വേഗം ഓടി. അവിടെയും അയാൾക്ക് 5 അടി തികച്ചു വെക്കാൻ സാധിച്ചില്ല. ഒരു ചെറിയ കുഴിയിൽ ചവിട്ടി അടി തെറ്റിയ അയാൾ നിലത്തേക്ക് വീണതും ഈരുട്ടിൽ നിന്ന് ഒരു മടലുകൊണ്ട് അയാളുടെ മുഖത്തടി വീണു. അടി കൊണ്ട് തിരിഞ്ഞ അയാളുടെ മുഖത്തെ ചോര കുറച്ചപ്പുറത്ത് നിന്ന കൂട്ടാളികളുടെ മുഖത്ത് വരെ വീണു. അനക്കമൊന്നും ഉണ്ടായില്ല. അയാൾ അന്ത്യശ്വാസം വലിച്ചു. ഓടിയാ, മതിയാക്ക്. നീയും നിന്റെ കൺകെട്ടും. നീ അത്ര ശക്തനാണെങ്കിൽ നേർക്ക് നേർ വാ. എന്റെ ജീവൻ എടുത്തതിന് ശേഷമേ നീ എന്റെ ശിഷ്യരെ തൊടൂ. വെല്ലുവിളിച്ചത് ഒടിയനെയാണെങ്കിലും കൊണ്ടത് തങ്ങൾ കാണുന്നത് പോലെ ഇരുവശങ്ങളിലെയും ചെന്നായ്ക്കൾ ശിഷ്യരുടെ നേരെ ഉച്ചത്തിൽ ഗർജിച്ചുകൊണ്ട് ചാടി. വാളുകൾ ഉയർത്താൻ പോലും സമയം കൊടുക്കാതെ ബാക്കിയുള്ള 4 പേരെ കൂടി ചെന്നായ്ക്കൾ കൊന്നു. ഗുരുക്കൾക്ക് ഒന്നും ചെയ്യാനായില്ല. അവരെ തൊടാൻ എനിക്ക് നിന്റെ അനുവാദം വേണ്ടെന്ന് ഇപ്പം മനസ്സിലായില്ല. സംസാരിച്ചതിന്റെ അവസാനം അയാളുടെ വായിൽ നിന്ന് സർപ്പത്തിന്റെ നാക്ക് പുറത്തു വന്നത് കണ്ട് ഗുരുക്കളൊന്ന് പതറി. ഒന്നുകിൽ അവനെ കൊല്ലണം, അല്ലെങ്കിൽ മരണം. മരിച്ചാലും ധീരനായി വേണം. ഗുരുക്കൾ മുന്നിൽ നിന്ന് അയാൾക്ക് നേരെ വാളുമായി കുതിച്ചു. അയാൾക്കൊപ്പം എത്താൻ 8 ചൂട് ബാക്കിയുള്ളപ്പോൾ ബാലൻകുരുക്കൾ വലങ്കാലം മണ്ണിലൊന്നി ഉയർന്ന് കുതിച്ചു ചാടി. വലത്തെ കൊഴിഞ്ഞാലും ഇടത്തെ കൊഴിഞ്ഞാലും ഞൊടിയിടയിൽ വായുവിൽ നിന്ന് തന്നെ തിരിഞ്ഞ് എതിരാളിയെ വെട്ടി വീഴ്ത്താൻ പോന്ന ഗുരുക്കളുടെ മാത്രം അടവാണത്. പക്ഷേ ഗുരുക്കൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത മറ്റൊന്നാണ് അവിടെ സംഭവിച്ചത്.
മണ്ണിൽ ചവിട്ടി വായുവിലൂർന്ന ഗുരുക്കളെ കണ്ട അയാൾ ഞൊടിയിടയിൽ കരിമ്പടം വിടർത്തി. ഗുരുക്കളുടെ കൺമുന്നിൽ തന്നെ അയാൾ ഒരു നാഗമായി ഉയർന്നു. ഒരു മാത്രം ശ്രദ്ധ മാറിയ അയാളെ നാഗം വാലിനടിച്ച് നിലത്ത് വീഴ്ത്തി. അയാൾ നിലത്ത് വീഴുന്ന സമയത്തിൽ മനുഷ്യരൂപം പ്രാപിച്ച ഒടിയൻ തന്റെ ശരിയായ ഒടിവിദ്യ എന്താണെന്ന് അയാൾക്ക് കാണിച്ചു കൊടുത്തു. നിലത്ത് വീണുകിടന്ന ഗുരുക്കളുടെ നട്ടലിൽ കയ്യിലിരുന്ന് വടി അമർത്തി ഒടിയൻ അതിൽ ആഞ്ഞു ചവിട്ടി. വടി ഒടിഞ്ഞ അതേ സ്ഥലത്ത് വെച്ച് അയാളുടെ നട്ടലും പൊട്ടിപ്പോയി. അടുത്ത ആക്രമണം വാരിലിനായിരുന്നു. മുഷ്ടി ചുരുട്ടി വിരലൊരു പ്രത്യേക ആകൃതിയിൽ പിടിച്ച് ഓരോ ഇല്ലിനും ആഞ്ഞു കുത്തിയപ്പോ ജീവൻ പോകുന്ന വേദനയാൽ ഗുരുക്കൾ അലറിക്കരഞ്ഞു. അയാൾക്ക് മറ്റൊന്നും ചെയ്യാനില്ലായിരുന്നു. ശേഷം കയ്യിലെയും കാലിലെയും ഓരോ ഇലകളും 3 ഒടിച്ച് ഒടിയൻ അയാൾക്കരിയിൽ കുത്തിയിരുന്നു. നാളെ നേരം വെളുക്കും വരെ ജീവനുണ്ടാവും. ഇനിയധികം സമയമില്ലല്ലോ. ഒടിയന്റെ അവദാനങ്ങൾ വാഴ്ത്താൻ ഈ നാവ് ബാക്കി വെക്കാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ പകയോടെ ശിഷ്യരെ വാർത്തെടുക്കാൻ ബാലൻഗുരുക്കൾക്ക് ഈ നാവ് തന്നെ ധാരാളം. അതുകൊണ്ട് അത് ഞാൻ എടുക്കും. അതിനു മുമ്പ് എന്തെങ്കിലും പറയാനുണ്ടോ മഹാഗുരുക്കൾക്ക്? ആരാ നീ? ശരീരത്തിലെ ഓരോ എല്ലുകൊണ്ടിഞ്ഞ് നരകവേദന അനുഭവിക്കുന്ന അവസ്ഥയിലും ഭാർഗവന്റെ രൂപമില്ലാത്ത ചെറുപ്പക്കാരനോട് അയാൾ ചോദിച്ചു. അയാൾ ഉച്ചത്തിൽ അട്ടഹസിച്ചു. നീ തന്നെയല്ലേ പറഞ്ഞത് വെള്ളൊടിയൻ? അതേ ഗുരുക്കളെ, മന്ത്രങ്ങൾക്കും മറുമരുന്നുകൾക്കും അപ്പുറം ഒടിവിദ്യ അഭ്യസിച്ച അസാധാരണ ഒടിയൻ, വെള്ളൊടിയൻ ഭാർഗവൻ. ഭാർഗവൻ എന്ന പേര് ചെവിയോട് ചേർന്ന് കേട്ടപ്പോൾ ഗുരുക്കൾ ഞെട്ടി. കൺകെട്ട് മനസ്സിലാക്കാൻ നിന്നെ പ്രാപ്തനാക്കിയ ഗുരു പരകായ പ്രവേശം എന്താണെന്ന് പറഞ്ഞു തരുന്നതിന് മുന്നേ ഈ ലോകം വിട്ടു പോയി അല്ലേ? ഒരു അലസഭാവത്തിൽ അയാൾ അത് ഗുരുക്കളോട് പറഞ്ഞു. അത്രയും നേരം വേദനയും പകയും നിറഞ്ഞ ഗുരുക്കളുടെ കണ്ണിൽ ഞെട്ടലും ഭയവും ഭാർഗവൻ കണ്ടു. ഭാർഗവന്റെ തൊട്ടുപിന്നിൽ മുൻപ് കണ്ട 2 ചെന്നായ്ക്കളും വന്നു നിന്നു. ഭാർഗവൻ അവരെ ഒന്ന് നോക്കി. എന്റെ ശിഷ്യരാ, വള്ളുവനാട്ടിലെ പുതിയ ഒടിയന്മാർ, നിന്നോട് നേർക്കുനേർ നിന്ന് തന്നെയാണ് ഞാൻ നേരിട്ടത്. ശിഷ്യരെ കൊന്നത് ശിഷ്യർ തന്നെ. നേരം വെളുക്കാൻ ഇനി അധികമില്ല. ഞങ്ങൾ എന്നാ അങ്ങോട്ട്. അതും പറഞ്ഞ് ഭാർഗവൻ അയാളുടെ തൊണ്ടയിൽ 2 വിരലുകളും കുത്തി മടക്കി താഴെ കമർത്തി തിരിച്ചു. എന്തോ പറയാൻ വാതുറന്ന ഗുരുക്കളുടെ വായിൽ നിന്ന് ഒരു ശീൽക്കാരം മാത്രമേ പുറത്തു വന്നുള്ളൂ. വേദനയുടെ പരകോടിയിൽ ബോധം നഷ്ടപ്പെടുമ്പോൾ അയാൾ കണ്ടത് നടന്നകലുന്ന ബലിഷ്ഠമായ 2 കാലുകളാണ്. പിറ്റേന്ന് നാടുണർന്നത് 2 അവിശ്വസനീയമായ കാര്യങ്ങൾ കേട്ടാണ്. ദേശത്തെ ഒടിയനെ ആരോ കൊന്നിരിക്കുന്നു. വള്ളുവനാട്ടിലെ പേരെടുത്ത ബാലഗുരുക്കളെ ശരീരത്തിൽ ജീവൻ മാത്രം അവശേഷിച്ച നിലയിൽ കാട്ടിൽ നിന്ന് കണ്ടെത്തി. നാട്ടിലെ വൈദ്യശാലയിൽ പോയി ഗുരുക്കളെ കണ്ടവരൊക്കെ നിസ്സംശയം പറഞ്ഞു, ഭാർഗവന്റെ ഒടി തന്നെ. ആദ്യ രാവിലെ കുഞ്ചുവിന്റെ വായിൽ നിന്ന് ഈ വാർത്ത വിവരിച്ചു കേട്ട കേശവൻ നായർക്ക് നിന്ന നിൽപ്പിൽ മൂത്രം പോയി. എങ്കിലും ഭാർഗവൻ ചത്തു എന്ന് കേട്ടത് അയാൾക്ക് ആശ്വാസം നൽകി. പക്ഷേ അപ്പോഴും സംശയം ഒരുപാട് ബാക്കി. ബാലൻഗുരുക്കൾ ഭാർഗവനെ കൊന്നെങ്കിൽ അദ്ദേഹത്തെ അപായപ്പെടുത്തിയത് ആരാണ്? ഇനി ഭാർഗവനാണ് ആദ്യം ഗുരുക്കളെ അപായപ്പെടുത്തിയതെങ്കിൽ ഭാർഗവനെ കൊന്നതാര്? പക്ഷേ ഇതിനെല്ലാം ഉപരി അയാളെ കുഴക്കിയ ഒരു ചോദ്യം, ലക്ഷ്മിയോടെ കേശവൻ നായർ ഒടിയന്റെ കുടിയിൽ നേരിട്ട് ചെന്ന് ശവശരീരം കണ്ട ആ മരണം ഉറപ്പാക്കി. അത് തെല്ലൊന്നുമല്ല അയാൾക്ക് ആശ്വാസം നൽകിയത്. തമ്പ്ര, ഇനി ഒടിയന്റെ പ്രേതം എങ്ങാനും? ആശ്വാസം കണ്ടെത്തിയ സമയത്ത് തന്നെ കാതിൽ വെള്ളിടി വെട്ടിയ പോലെ കുഞ്ചു അയാളോട് ചോദിച്ചു. അയാൾ വീണ്ടും ഭയന്നു. കുഞ്ച, കോടനെ വരുത്തണം ഇന്ന് തന്നെ. അവനിനി ആത്മാവാണെങ്കിൽ ആവാഹിക്കണം, വൈകിക്കൂടാ. കേശവൻ നായരുടെ കൽപ്പന പ്രകാരം അന്ന് വൈകിട്ട് കോടൻ ആ നാട്ടിലെത്തി. ആഭിചാര ക്രിയകളും ദുർമന്ത്രവാദങ്ങളും ചെയ്തിരുന്ന കോടൻ സന്ധ്യക്ക് തന്നെ കർമ്മങ്ങൾ ആരംഭിച്ചു. കളം വരച്ച് കുരുതൊട്ട് കരിങ്കോഴിയെ കാളിക്ക് കുരുതി കൊടുത്ത് കർമ്മങ്ങൾ ആരംഭിച്ച കോടൻ അല്പസമയം കഴിഞ്ഞ് കളത്തിലേക്ക് ആത്മാവിനെ ആവാഹിച്ചു. കണ്ണടച്ച് കൈപണിച്ച് കർമ്മങ്ങൾ തുറന്ന കോടൻ ഒടിയന്റെ ആത്മാവിനെ ആവാഹിക്കുമ്പോൾ സംഭവിക്കുന്ന യാതൊരു തടസ്സങ്ങളും നേരിട്ടില്ല. അവസാനം ആത്മാവിനെ ഒരു കുടത്തിൽ ആവാഹിച്ച് അയാൾ കർമ്മങ്ങൾ അവസാനിപ്പിച്ചു. ആത്മാവ് ഈ കുടത്തിലുണ്ട് തമ്പ്ര. കോടൻ അയാൾക്ക് നേരെ കുടം നീട്ടി. അപ്പോ ഒടിയന്റെ പ്രേതം തന്നെയാണല്ലേ ഗുരുക്കളെ ആക്രമിച്ചത്? കേശവൻ നായർ കുടത്തിൽ നോക്കി ആകാംക്ഷയോട് ചോദിച്ചു. ഇത് ഭാർഗവനല്ല തമ്പ്ര, മറ്റൊരാത്മാവാണ്. തീർത്തും നിർവീകാരനായി കോടൻ അത് പറഞ്ഞെങ്കിലും തലയിൽ ഇടിത്തി വീണ അവസ്ഥയായിരുന്നു നായർക്ക്. പിന്നെ ഇതാരാ? തന്നോട് ഒടിയന്റെ പ്രേതത്തെ പിടിച്ചു കിട്ടാനല്ലേ ഞാൻ പറഞ്ഞത്? കേശവൻ നായർ കോടന് നേരെ ഒച്ച വെച്ചു. ഇന്ന് മരിച്ച ആ ശരീരത്തിലെ ആത്മാവിനെയാണ് ഞാൻ ആവാഹിച്ചത്. പക്ഷേ അത് ഭാർഗവനല്ല. ആയിരുന്നെങ്കിൽ ഇവിടം തീ പടർന്നേനെ, കൊടുങ്കാറ്റുണ്ടായേനെ. അങ്ങനെ
എന്നെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ സകലതും അവൻ ചെയ്തേനെ. പക്ഷേ ഒന്നും ഉണ്ടായില്ല. ഇത് ഭാർഗവനല്ല തമ്പ്ര. എങ്കി ആ ആത്മാവിനെ ആവായിക്ക് വേഗം. ഭയത്തിൽ താൻ എന്താണ് പറയുന്നതെന്ന് അയാൾക്ക് തന്നെ മനസ്സിലായില്ല. അങ്ങനെ ഒരു ആത്മാവ് അലഞ്ഞു തിരിയുന്നില്ല തമ്പ്ര. സ്വർഗവും നരകവും പൂകിയിട്ടില്ല. ഇന്നും ആ ആത്മാവ് ഒരു ശരീരത്തിലാണുള്ളത്. കോടൻ പറഞ്ഞത് അയാളുടെ ഭയം 1000 മടങ്ങ് ഇരട്ടിപ്പിച്ചു. പിറ്റേന്ന് പകൽ കവലയിലെ ചെറിയൊരു ചായ്പിൽ കുറച്ചാളുകൾ ഒത്തുചേർന്നു. അടുത്ത കാലങ്ങളായി രൂക്ഷമായ തൊഴിലാളി പ്രശ്നങ്ങളിൽ പാർട്ടിയുടെ ശ്രദ്ധ പതിഞ്ഞിരുന്നെങ്കിലും ഭാർഗവനെ പേടിച്ച് ഒരാളും കേശവൻ നായർക്കെതിരെ ശബ്ദമുയർത്തിയില്ല. ഇനി ഭാർഗവനില്ല. വളരെ രഹസ്യമായി പകല് മാത്രം എവിടെയെങ്കിലും ഒത്തുകൂടിയ പാർട്ടിക്കാർ അന്ന് പരസ്യമായി കവലയിൽ ഒത്തുചേർന്നു. ഒടിയന്റെ ആക്രമണത്തിലും ഭീഷണിയിലും ഭയന്നിരുന്ന അവര് അന്ന് ഒത്തുകൂടിയപ്പോ കൂടെ കൂടാൻ കുറച്ച് തൊഴിലാളികളും കുടിയേറ്റക്കാരുണ്ടായി. നാട്ടിലെ പ്രശ്നങ്ങളും തൊഴിലാളികളുടെ കഷ്ടപ്പാടും സംസാരിച്ചു തുടങ്ങിയവര് അവസാനം ഒടിയനെക്കുറിച്ചായി ചർച്ച. ഒടിയന്റെ മരണത്തെക്കുറിച്ചും ഗുരുക്കളുടെ അപകടത്തെക്കുറിച്ചും സംസാരിച്ച അവരുടെ ചായ്പിന്റെ ചെറിയ വാതിലിൽ ബാലഗുരുക്കൾ അവസാനമായി കണ്ട ബലിഷ്ഠമായ കാലുകളോടെ ഒരാൾ വന്നു നിന്നു. ചുവപ്പ് ഷർട്ടും മുണ്ട് ധരിച്ച അയാളുടെ മുഖത്തേക്ക് നോക്കിയവർ തെല്ലൊന്നമ്പരന്നു. ആളെ മനസ്സിലായവർ ചാടി എഴുന്നേറ്റു. സഖാവ് കണ്ണൻ.